നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബേക്കറി സ്റ്റൈലിൽ വീട്ടിൽ എങ്ങനെയാണ് ഡോണറ്റ്സ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഡോണറ്റ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ കൈ തൊടുമ്പോൾ ഉള്ള ഒരു ചെറിയ ചൂട് മാത്രം മതി. 60 ml വരും പാലെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് പൊങ്ങി കിട്ടും നമ്മുടെ ഈസ്റ്റ് ചേർക്കുമ്പോൾ. എന്നിട്ട് അത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. ഈ പാലിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ കുറച്ച് ചൂടുള്ള സ്ഥലത്ത് നോക്കിയിട്ട് ഇത് പൊങ്ങാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊങ്ങി കിട്ടും. അപ്പോൾ ഇത് മൂടി വെച്ചിട്ടൊന്ന് പൊന്തി വരട്ടെ ഈസ്റ്റ്. ഇപ്പോൾ ഒരു ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല പോലെ നമുക്ക് ഈസ്റ്റ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ച് ചിലപ്പോൾ പൊങ്ങി വരാൻ സമയം വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഡോണറ്റിന് വേണ്ടിയിട്ടുള്ള ആ മാവ് ഉണ്ടല്ലോ അത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 250 ഗ്രാമോളം മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം 2 കപ്പോളം വരും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. നിങ്ങൾക്ക് ഇതിന് നെയ്ക്ക് പകരമായിട്ട് ബട്ടറോ അതേപോലെ തന്നെ സാധാ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓയിൽ ഉണ്ടല്ലോ, സൺഫ്ലവർ ഓയിൽ, അതോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നല്ല പോലെ ഇത് എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ല പോലെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. ആദ്യം ഇത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പിന്നീട് നല്ല പോലെ കുഴച്ചെടുത്താൽ മതിയാകും. ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ മാവ് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു 50 ml വാട്ടറാണ് കേട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇപ്പം ഇരിക്കണ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കയ്യിലൊക്കെ ഒട്ടി പിടിച്ചിട്ടുള്ള പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇത് കണ്ട് പേടിക്കേണ്ട, ശരിയായില്ലല്ലോ എന്ന് വെച്ചിട്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട. നമ്മളിത് കൗണ്ടർ ടോപ്പിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ കൈകൊണ്ട് ഇങ്ങനെ തേച്ച് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടും കേട്ടോ. ഒട്ടിപ്പിടിപ്പൊക്കെ മാറിയിട്ട് നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടും. അതേപോലെ തന്നെ നല്ല പോലെ അങ്ങ് തേച്ച് കുഴച്ചെടുക്കാം നമുക്കിത്. ഇപ്പം ഇതാ കണ്ടില്ലേ, നമ്മൾ നല്ല പോലെ തേച്ച് കുഴച്ചെടുത്തപ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലെയല്ല, ഇത് നല്ല കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കിതൊന്ന് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമുക്ക് നല്ല അടിപൊളി ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം. ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ചൂടുള്ള സ്ഥലത്തേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ മാവ് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പുള്ളിൽ നിറയെ എയർ ആയതുകൊണ്ട് നമുക്ക് നല്ല പോലെ ഇതങ്ങ് വീണ്ടും കുഴച്ചെടുക്കാം. നല്ല പോലെ നമുക്ക് ഇതിൽ നിന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ നേരത്തെ ഇട്ട് കുഴച്ച പോലെ തന്നെ ഇത് അധികം നേരം ഇങ്ങനെ കുഴക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി എടുത്തിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നമുക്ക് പരത്തി എടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തില്ല. അപ്പോൾ ഇതിന് പരത്തുന്ന സമയത്ത് ഒരുപാട് കട്ടി കുറഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം.
ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇതേപോലെ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ പരത്തിയെടുക്കാം. എന്നിട്ട് ഡോണറ്റ്സിനുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചെറിയ കുപ്പിയുടെ അടപ്പും ഇതേപോലെ ഒരു വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഡോണറ്റ്സ് നമുക്ക് ഇതേപോലെ എല്ലാവരും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡോണറ്റ്സിൻ്റെ കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും അടുത്തും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എളുപ്പം ഇതേപോലൊരു വലിയ പാത്രവും അതേപോലെ ഒരു ചെറിയ അടപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ നല്ല ഷേപ്പിൽ തന്നെ ഡോണറ്റ്സ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് ഡോണറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വലിപ്പം വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ വട്ടം വേപ്പിക്കാൻ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ വാവട്ടം കുറവുള്ള പാത്രം നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി നടുവത്തെ ഭാഗവും ഇതേപോലെ തന്നെ ഈ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഡോണറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേ ഈ ബാക്കി വന്ന മാവുണ്ടല്ലോ അതും നമുക്ക് കുഴച്ചിട്ട് ഇതേപോലെ തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് മാറ്റി വെക്കാം നമുക്ക് സൈഡിലേക്ക്. ഇനി ഈ ഡോണറ്റ്സ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രേയിലേക്ക് മാറ്റുന്നതിനേക്കാൾ മുമ്പായിട്ട് നമ്മൾ ട്രേയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കുറച്ച് ഓയിൽ ഇതിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓയിലൊക്കെ തേച്ച് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അതും എല്ലാവരും പരത്തിയിട്ട് എല്ലാവരും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഡോണറ്റ്സ് എല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് 5 ഡോണറ്റ്സ് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത്രയും വലുപ്പത്തിൽ എടുത്ത കാരണമാണ് എനിക്ക് ഇത്ര കുറവായിട്ട് കിട്ടിയത്. അപ്പോൾ ബാക്കി വന്ന മാവ് ഞാൻ ഇതേപോലെ ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ഡോണറ്റ്സിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറേശ്ശെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഓയിൽ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 15 മിനിറ്റ് നേരത്തോളം ഈ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോണറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡോണറ്റ്സ് ഇപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ടോ നമ്മൾ ഡോണറ്റ്സ് ഒക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇട്ട വഴിക്ക് ഇങ്ങനെ കരിഞ്ഞു പോകും, ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ നിറാവുന്നത് വരേക്കും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി, അതല്ലെങ്കിൽ ഉള്ളു വേവില്ല. അപ്പോൾ ഇതാ പൊന്തി വരുന്നുണ്ട് നമ്മുടെ ഡോണറ്റ്സ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ അത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡോണറ്റ്സ് നല്ല കടയിലൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് നല്ല പോലെ വീർത്ത് കിട്ടും. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. 2 ഭാഗം തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം അങ്ങ് കറുത്ത് പോവും, അപ്പോൾ കാണാനും ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ നിറാവുന്നത് വരയ്ക്കും നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഡോണറ്റ്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തേനേക്കാളും നമ്മൾ ഇട്ടേനേക്കാളും നല്ലപോലെ വീർത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാ ഡോണറ്റ്സും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഡോണറ്റ്സും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഈ ഡോണറ്റ്സ് ഉണ്ടാക്കി ഇരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ബ്രെഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഫിൽ ചെയ്യും നല്ല പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്.
അതേപോലെ തന്നെ അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഉള്ളിലും നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുറമേ നിന്ന് വാങ്ങുന്ന ഡോണറ്റിൻ്റെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലുണ്ടല്ലോ ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഷുഗർ പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതല്ലാതെ ഇത് പ്ലെയിൻ ആയിട്ട് ഇതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ പൊടിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡോണറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ. താങ്ക് യു.